സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലവ്ഡ് വൺസിനെയും കൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ. ഇതും അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയ ഒരു യാത്രയാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അതിപ്പോൾ എവിടെ തന്നെ ആയാലും നമ്മുടെ കൂടെ ഉള്ളവരുടെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ കാട്ടിലും കൂടുതൽ നേച്ചറും കൂടി നമുക്ക് തരുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ എന്താ പറയുക, 1-2 ദിവസം അത്ര മതി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം കിട്ടും. അതൊരു വേറെ ലെവലാണല്ലേ. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ തന്നെ ഓർത്ത് വയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതുപോലെ നിങ്ങളും യാത്രയൊക്കെ ചെയ്തു നോക്കുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ആയിട്ട്. എപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരും ജീവിക്കാനൊക്കെ മറന്നിട്ട് എന്തിൻ്റെയൊക്കെയോ പുറകിലുള്ള ഓട്ടത്തിലാണ് അല്ലേ. ശരിക്കും ആ സമയമൊക്കെ നമ്മളെ തന്നെ മറക്കുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരെ മറക്കുന്നുണ്ട്. ഒരുപാടൊന്നും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ഇതുപോലുള്ള കുട്ടി കുട്ടി യാത്രകൾ ഒന്നിച്ച് പോവുകയോ ഒരു വൈകുന്നേരം ഒരു ചായ കുടിക്കാനോ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ പോകുമ്പോഴൊക്കെ ഒരു സന്തോഷം കിട്ടുമല്ലോ. ഇതൊക്കെ തന്നെ അവരും നമ്മുടെ അടുത്ത് നിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഈ ഒരു ചെറിയ പ്രായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ്, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അതുപോലെ നിങ്ങളും ഈ ഒരു കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കഴിയാനായി. അപ്പോൾ ഇതേപോലുള്ള കുട്ടി കുട്ടി യാത്രകൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.